ഞാൻ ഞാനത് പിന്നെ അപ്പച്ചിയെ കാണാൻ. അപ്പച്ചി ജീവനോടെ ഉണ്ടെന്ന് നിന്റെ തന്ത നിനക്ക് ഇപ്പോഴാണോ പറഞ്ഞു തന്നത്? ഞാൻ മിണ്ടിയില്ല. പറയടി, നീ ഇപ്പോഴാണോ അറിഞ്ഞതെന്ന്. അല്ല. പിന്നെ എന്താ ഉദ്ദേശം? എന്ത് മാരണത്തിനാടി നീ സ്നേഹം അഭിനയിച്ച് കൂടിയിരിക്കുന്നേ? ഞാൻ അഭിനയിച്ചതൊന്നും അല്ല. എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു. പെട്ടെന്നാണ് അയാൾ എൻ്റെ കഴുത്തിൽ കയറി പിടിച്ചത്. കഴുത്ത് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പിഴച്ചവൻ ഈ ലോകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള ഏക സ്വത്ത് അവരാണ്. പഴയ കണക്കുകൾ തീർക്കാനായിട്ടാണ് മോളുടെ ഈ വേഷം കെട്ടലെങ്കിൽ കുടുംബമടക്കം എല്ലാത്തിനെയും കത്തിച്ചിട്ട് ഞാൻ ജയിലിൽ പോകും. അതും പറഞ്ഞ് കഴുത്തിലെ പിടിവിട്ടു. ഞാൻ ശ്വാസം എടുക്കാൻ പാടുപെട്ടു. തല ചുറ്റും പോലെ തോന്നി. ഒരു നിമിഷം എൻ്റെ കാൽച്ചുവട്ടിലെ ഭൂമി തലകീഴായി മറിഞ്ഞു. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് കണ്ണു തുറന്നത്. ഓട്ടോയിൽ കിടക്കുകയായിരുന്നു ഞാൻ. നോക്കുമ്പോൾ കയ്യിലൊരു വെള്ളക്കുപ്പിയുമായി ഒറ്റയാൻ നിൽക്കുന്നു. ദേഷ്യമുണ്ടെങ്കിലും അങ്ങേരുടെ മുഖത്തൊരു ആശ്വാസം കാണുന്നു. ഞാൻ തട്ടിപ്പോയെന്ന് വിചാരിച്ച് കാണും കാലൻ. ചിന്തിച്ച് തീർന്നില്ല. അതിനു മുമ്പേ കേട്ടു അലർച്ച. ഇങ്ങോട്ടിറങ്ങടി. ഷെടാ, ഞാൻ ബോധം കെട്ട് കിടക്കുമല്ലായിരുന്നോ? ഇങ്ങേരുടെ മട്ടും ഭാവവും കണ്ടാൽ തോന്നും ഞാനെങ്ങാണ്ട് ഇതിനകത്ത് കയറി അനധികൃതമായി താമസിക്കുവാണെന്ന്. അത്രയും ചിന്തിച്ചപ്പോഴേ കണ്ടു ഒറ്റയാൻ അടുത്ത അലർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. പതുക്കെ ഇറങ്ങി. നേരത്തെ ഇറങ്ങിയ സ്ഥലമല്ല, അല്പം വിജനമായ സ്ഥലമായിരുന്നു. ഇതിപ്പോൾ റോഡ് സൈഡാണ്. ഒന്ന് സംശയിച്ച് ഞാൻ ഇറങ്ങിയതും അങ്ങേര് ഓട്ടോ വിട്ടൊരു പോക്കായിരുന്നു. ഞാൻ ചുറ്റും നോക്കി. പരിചയമില്ലാത്ത സ്ഥലം. റോഡിലൂടെ കുറേ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ മുഴുവൻ ശ്രദ്ധ ഒറ്റയാനിലായിരുന്നത് കൊണ്ട് റോഡൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. രേവു പറഞ്ഞുള്ള അറിവേ അമ്പലത്തിനെക്കുറിച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വായിൽ വന്ന പേര് അതായതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാലും ഇങ്ങനെയും മനുഷ്യപ്പറ്റില്ലാത്ത കാലന്മാരുണ്ടാകുമോ? എൻ്റെ ഈശ്വര, കഴുത്ത് പിടിച്ച് ഞെരിച്ചതും പോരാ, പരിചയമില്ലാത്തടത്ത് കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നു. ഭാവി കെട്ടിയവനായിപ്പോയി. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാഗി കൊന്നേനെ. ഒടുവിൽ അതുവഴി വന്ന ഒരു ഓട്ടോ പിടിച്ച് രേവുവിൻ്റെ വീട്ടിലിറങ്ങി. അവൾ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടത് ഓടി വന്നു. എന്തായടി? എന്താവാൻ, ആ കാലൻ എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചെടി. എൻ്റെ അമ്മേ, നീ അയാളോട് ഐ ലവ് യു പറഞ്ഞോ? ഇല്ല. അയാളുടെ അമ്മയെ വളയ്ക്കാൻ നോക്കിയെന്നും പറഞ്ഞാൽ കഴുത്തിന് പിടിച്ചേ. ഞാൻ കഴുത്ത് തടവിക്കൊണ്ട് പറഞ്ഞു. ബെസ്റ്റ്. അമ്മയെ വളയ്ക്കാൻ ചെന്നതിന് ഈ പിടിയാണെങ്കിൽ അയാളെയാണ് നീ വളയ്ക്കാൻ നടക്കുന്നതെന്ന് അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. നീ കൂടെ നിന്നാ മതി. പിന്നെ ആനേൻ്റെ കാലിൻ്റെ അടിയിൽ കൊണ്ട് തല വെച്ചിട്ട് ചാവാതെ നോക്കിക്കോണേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ കഴുത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റും നീലച്ച് കിടപ്പുണ്ട്. ചെറിയ നീരുമുണ്ട്. രേവു പതുക്കെ തടവിത്തന്നു. നല്ല വേദനയുണ്ട്. ഇനിയെങ്കിലും നീ ഈ വട്ടൊക്കെ കളയൻ്റെ ഭദ്രേ. വട്ടോ? അതെ, വട്ട് തന്നെ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ അയാളോട് നാളെ തന്നെ ഐ ലവ് യു പറയാൻ പോവുകയാണ്. നീ എന്തൊക്കെയാടി ഈ വിളിച്ച് കൂവുന്നത്? അതെ രേവു, നാളെ തന്നെ ഞാൻ അയാളോട് ഐ ലവ് യു പറയും. അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയണമല്ലോ. ഞാനേ വാശിയുള്ള അച്ഛൻ്റെ മോളാ. അതെ അതെ, പിന്നെ ഐ ലവ് യു പറയാൻ മുമ്പ് ആ വാശിയുള്ള അച്ഛനെ എൻ്റെ മോള് ശരിക്കും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഓ, അച്ഛൻ എന്നെ വലിയ ഇഷ്ടമാണ്. എല്ലാം അറിയുമ്പോൾ അച്ഛൻ തന്നെ ഈ കല്യാണം നടത്തി തരും. കല്യാണം നടത്തി തരും, അത് ഉറപ്പാ. പക്ഷെ അത് അയാളുമായിട്ടായിരിക്കില്ല, ആ യോഗക്കാരനുമായിട്ടായിരിക്കും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇപ്പോൾ തന്നെ പല രാത്രികളും അയാൾ ഇംഗ്ലീഷ് അക്ഷരം എസ് പോലെ നിൽക്കുന്നത് സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി എണീക്കാറുണ്ട്. ബെസ്റ്റ്. പ്രേമിക്കുന്നത് ഒറ്റയാനെ, സ്വപ്നം കാണുന്നത് യോഗക്കാരനെ. ഇത് എങ്ങനെയായി തീരുമെന്ന് കണ്ടു തന്നെ അറിയണം. ഞാനൊന്നും മിണ്ടാതെ കുനിഞ്ഞു നിന്നു. രേവുവിന് വിഷമമായി. അവളെൻ്റെ തോളിൽ പിടിച്ചു. നിനക്ക് അയാളെ അത്രയ്ക്കിഷ്ടമാണോ? എനിക്കറിയില്ല രേവു, അതിനെന്ത് പേരിടണമെന്ന്. സഹതാപമാണോ? എല്ലാം അറിഞ്ഞപ്പോഴുള്ള കുറ്റബോധമാണോ? എന്താണെന്ന് അറിയില്ല. ഒന്ന് മാത്രം അറിയാം. എൻ്റെ കുടുംബം ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അയാൾ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. കുറേ തെറ്റിദ്ധാരണകളുടെ പുറത്ത് തകർന്നത് ഒരുപാട് ജീവിതങ്ങളാണ്. നിനക്കറിയോ, കുട്ടിക്കാലത്ത് എനിക്കും ശിവേട്ടനെ പുച്ഛമായിരുന്നു. മഹാ കുരുത്തം കെട്ട ഒരു ചെറുക്കൻ. അച്ഛൻ പിഴച്ച സന്തതി എന്നൊക്കെ പറയുമെങ്കിലും അന്നൊന്നും അതിൻ്റെ അർത്ഥം ശരിക്കും അറിയില്ലായിരുന്നു. പിന്നെ പട്ടണത്തിലെ സ്കൂളിലായിരുന്നല്ലോ പഠിത്തം. അതുകൊണ്ട് തന്നെ തമ്മിലുള്ള കാഴ്ചയും കുറവായിരുന്നു. പിന്നെ അപ്പച്ചയെക്കുറിച്ച് ഓരോരുത്തരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്നെപ്പോലെയാണ് കാഴ്ചയിലെന്ന് എല്ലാവരും പറഞ്ഞതോടെ കൂടുതൽ താല്പര്യമായി. അതാ ഒടുവിൽ ഇങ്ങനെ. ഒക്കെ ശരിയാകും. പോട്ടെ, നീ വിഷമിക്കാതെ. ശരിയാകാനൊന്നുമില്ല, നീ നോക്കിക്കോ. നാളെ തന്നെ ഞാൻ അയാളോട് കാര്യം പറയും. രേവു തലയിൽ കൈവച്ചു. പിന്നെ നിന്നില്ല. യാത്രയും പറഞ്ഞിറങ്ങി. കഴുത്തിന് നല്ല വേദനയുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ദേ ഉറഞ്ഞു തുള്ളി നിൽക്കുന്നു.
നിന്റെ ഫോൺ എന്തേടി? കയ്യിലുണ്ട്. എന്തിനാ നീ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നേ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു. നിനക്കൊന്ന് ഫോൺ എടുത്താലെന്താ? മിനിറ്റിന് വിളിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ എടുക്കാനാ? അതും പറഞ്ഞ് ഞാൻ കഴുത്ത് തടവി. ചെറുതായി നീര് വന്നു തുടങ്ങിയിരുന്നു. നിന്റെ കഴുത്തിനെന്തു പറ്റി? ഓ, ഒരാന കുത്തിയതാ. അറിയാതെ നാവിൽ നിന്നും വീണതാ. അമ്മ അതിൽ കയറി പിടിച്ചു. ആനയോ? ഒരു നിമിഷം ഞാനൊന്ന് ഞെട്ടി. ആന. ഈ അമ്മയ്ക്ക് കളിയാക്കിയാലും മനസ്സിലാവില്ലേ? എൻ്റെ അമ്മയെ, അവൾ അമ്മയെ കളിയാക്കിയതാ. നമ്മുടെ ചങ്ക് ബ്രദറാണ്. എന്നാലും നീ ഒന്ന് നോക്കിയേ. ഇവളുടെ കഴുത്തിന് ചുറ്റും നീലിച്ച് കിടക്കുന്നത് കണ്ടോ? നീരും ഉണ്ട്. അമ്മ പറഞ്ഞപ്പോഴാണ് വിഷ്ണു ഏട്ടനും അത് ശ്രദ്ധിച്ചത്. എന്താടിത്? എന്തു പറ്റിയതാ? ഏട്ടാ, അത് പിന്നെ ഇന്ന് എല്ലാവരും കൂടി ഡ്രാമ പ്രാക്ടീസ് ചെയ്തതാ. എന്നെ കൊല്ലുന്ന സീനായിരുന്നു. പിടിച്ചപ്പോൾ മുറുകിപ്പോയി, അതാ. അപ്പോൾ വായിൽ വന്നത് പറഞ്ഞൊപ്പിച്ചു. അമ്മ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. മരുന്നൊക്കെ എടുത്തു കൊണ്ടുവന്ന് പുരട്ടി തന്നു. രാത്രി അച്ഛൻ വന്നതോടെ ആകെ പുകിലായി. പണ്ടേ എൻ്റെ കാലിൽ ചെറിയൊരു മുള്ളു കൊള്ളുന്നത് പോലും അച്ഛന് സഹിക്കില്ല. പിന്നത്തെ കാര്യം പറയണോ? ഒടുവിൽ ഇനി ഒരു കാലത്ത് ഒരു ഡ്രാമയിലും അഭിനയിക്കില്ലെന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചിട്ടാണ് എല്ലാവരും ഉറങ്ങാൻ പോയത്. നാളെ രാവിലെ ഐ ലവ് യു എന്നൊക്കെ രേവുവിനോട് പറയുമെന്നൊക്കെ തട്ടിവിട്ടെങ്കിലും പിറ്റേന്നോ എന്തിന്, അതിനടുത്ത 3 ദിവസത്തേക്ക് തൊണ്ട അനക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. മരുന്നും ചൂട് കൊടുക്കലും ഒക്കെയായി ഒരാഴ്ച പോയി കിട്ടി. തിങ്കളാഴ്ച സ്കൂട്ടിയുമായി വീണ്ടും കോളേജിലേക്ക് ഇറങ്ങി. രേവുവിൻ്റെ വീട്ടിലെത്തിയതും ഞാൻ ഡിമാൻഡ് വെച്ചു. എനിക്കിന്ന് ഒറ്റയാനെ കണ്ട് സംസാരിക്കണം. രേവു എന്തൊക്കെ പറഞ്ഞിട്ടും പിന്മാറാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അവളോടൊപ്പം അന്വേഷിച്ചിറങ്ങി. ജംഗ്ഷന് കുറച്ച് അടുത്തായി ഒരു ഓട്ടോ കണ്ടു. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അത് ഒറ്റയാൻ്റെ ആണെന്ന്. രേവു എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അവളെ നോക്കി. ആ കൈ വിടുവിച്ച് നേരെ റോഡ് ക്രോസ് ചെയ്ത് ഓട്ടോയിൽ കയറിയിരുന്നു. ഒറ്റയാൻ ആരോടോ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഓട്ടോയിൽ ആൾ കയറിയത് കണ്ടുവന്ന് ഓട്ടോയിൽ കയറി. എങ്ങോട്ടാ എന്ന് ചോദിച്ച് തിരിഞ്ഞപ്പോഴാണ് എന്നെ കണ്ടത്. നീയോ? നീ എന്താ ഇവിടെ? വെറുതെ കിടന്ന് ബഹളം വെക്കണ്ട. ഞാൻ പെണ്ണാണെന്നറിയാലോ. ഒച്ച വെച്ചാൽ ഞാനും ബഹളം വെക്കും. ആകെ നാറും. ഇയാൾ ഓട്ടോ ഓടിക്കാനല്ലേ കയറിയത്? അത് ചെയ്താൽ മതി. എന്നെ ഒന്ന് നോക്കി പല്ല് ഞെരിച്ചിട്ട് അയാൾ വണ്ടിയെടുത്തു. എങ്ങോട്ടാ? ഇന്നാൾ പോയ ക്ഷേത്രമില്ലേ, അവിടേക്ക് തന്നെ. പിന്നൊന്നും പറഞ്ഞില്ല. വണ്ടി നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങി. ഞാൻ ബാക്കിൽ ബോൾ പോലെ കിടന്ന് ഉരുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുൻപ് പോയപ്പോൾ നിർത്തിയ സ്ഥലം എത്തിയതും വണ്ടി നിന്നു. എനിക്കും അതായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറങ്ങടി എന്ന അലർച്ചയ്ക്ക് മുമ്പേ ഞാൻ ഇറങ്ങി, കൂടെ ശിവേട്ടനും. എന്താ ഉദ്ദേശം? ഞാൻ തലയുയർത്തി നോക്കി. നിന്റെ തന്തപ്പടിക്ക് ദ്രോഹിച്ച് മതിയായില്ലേ? അതോ മോൾ അച്ഛനെ സഹായിക്കാൻ ഇറങ്ങിയതാണോ? എൻ്റെ അച്ഛൻ ആരെയും ദ്രോഹിക്കാറില്ല. നിന്റെ തന്തയുടെ ഗുണഗണങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അച്ഛനെ ആരും കുറ്റപ്പെടുത്തുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്കും ചെറുതായി ചൊറിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഒരു നിമിഷം ആളൊന്ന് ഷോക്കായി. പിന്നെ കേട്ടതൊരു ചിരിയാണ്. വെറും ഇഷ്ടം മാത്രമാണോ അതോ പ്രേമമുണ്ടോ? പുച്ഛത്തോടെ ചോദിച്ചു. ഉണ്ട്. ഞാനും വിട്ടുകൊടുത്തില്ല. ഓഹോ, എന്നിട്ടെങ്ങനാ? നിന്റെ അച്ഛൻ നടത്തി തരുമോ നമ്മുടെ കല്യാണം? ആ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ലായിരുന്നു. ഒരു വിജയച്ചിരി അയാളുടെ മുഖത്ത് വിരിഞ്ഞു. തുടരും.